ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിപ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ വയ്ക്കാം. ഇപ്പോൾ രാവിലെ കാപ്പിക്കും ചോറിനൊക്കെ സാമ്പാർ വയ്ക്കണമെന്ന് വിചാരിച്ചായിരിക്കും ഉറക്കെ പൈന്നെണീക്കണം. അന്നേരം നോക്കുമ്പോൾ പരിപ്പുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പരിപ്പില്ലാതെ അങ്ങ് സാമ്പാർ വയ്ക്കണം. അങ്ങനെ ഒരു വീഡിയോ കണ്ടാലോ? ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളരിക്ക, കുഞ്ഞുള്ളി, തക്കാളി, വെണ്ടയ്ക്ക, കത്തിരിക്ക എന്നിവയിട്ട് ഈ പച്ചക്കറികളെടുത്ത് അതേ സെയിം ബൗളിൽ 2 ബൗൾ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3-4 വിസിൽ വരെ കേൾക്കട്ടെ. പച്ചക്കറികൾ നന്നായി അന്നേരം വെന്ത് വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ഇട്ട് ഈ പൊടി നല്ലതുപോലെ മൂത്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വറക്കുക. എണ്ണയിൽ കിടന്ന് പൊടി നന്നായി മൊരിഞ്ഞു വരണം. നന്നായി ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് കായപ്പൊടി ആവശ്യത്തിനിടാം. കായപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുക്കറിൽ മലക്കറി നന്നായി വെന്ത് കിടപ്പുണ്ട്. ആ മലക്കറി ഇതിലേക്ക് നമുക്ക് എടുത്തൊഴിക്കാം. ഇനി നന്നായി ഒന്ന് ആ മസാലയും ഈ പച്ചക്കറികളെല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്ക് പരിപ്പില്ലാത്ത സാമ്പാർ റെഡിയാവും. പിന്നെ തിളച്ച് ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പിടി മല്ലിയിലയും ഈ കറിക്ക് ആവശ്യമായ കുറച്ച് പുളിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത ഉലുവാപ്പൊടിയും കൂടെ ഇടണം. ഉലുവാപ്പൊടി ഇടുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് അടിപൊളി പരിപ്പില്ലാത്ത സാമ്പാർ റെഡിയാണ്. കാപ്പിക്കായിരുന്നാലും ചോറിനായിരുന്നാലും ഒരുപോലെ സർവ് ചെയ്യാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായി അറിയിക്കുക. താങ്ക്